ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാഗത്ത് കിട്ടു. അപ്പോൾ നമ്മളൊന്നൊരു ഗെയിമായിട്ട് വന്നിരിക്കേണ്ട നമ്മുടെ പഴയ ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആദ്യം നിങ്ങളിതാ ഈ ഒരു ഓപ്പൺ എന്നൊരു ഇതാണ് അതമർത്തുക. 2 മോഡുണ്ട്, ഒന്ന് ബിൽഡിങ്ങിൻ്റെ മോഡും ഒന്ന് സാധാ മോഡും. അപ്പോൾ ഈ സാധാ മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാ മോഡ് വരും, ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെയ്യാനുള്ള നേരെ അതൊരു ബൊലേറോ ആണ് വരുന്നത്. ആ ബൊലേറോ എടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ OPTIO എന്നൊരു ഇതൊരു ഫോട്ടോ അമർത്തുക. അപ്പോൾ അതാണ്ടോ ഇപ്പോൾ ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുക്കാം. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗൈസ് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, സൗണ്ടിന് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാക്ടർ എടുക്കാനാണ് നോക്കുന്നത്. അതും ഒരു യൂട്യൂബറിൻ്റെ ട്രാക്ടർ തന്നെയാണ്. അതെ ഗൈസ്, ഇതേ കാണുന്നുണ്ട് മുകളിലാണ്. അവിടെ പിന്നെ സേവ് എന്നൊരു ഇതുണ്ടാവും. അതന്നെ അതമർത്തുക. അതമർത്തി കഴിയുമ്പോൾ ട്രാക്ടർ ഇറങ്ങിയിട്ടാണ്. ഇത് കിട്ടില്ല, മുതലാണ് മോനെ. പിന്നെ ഉണ്ടല്ലോ മോഡിഫിക്കേഷൻ വേറെ അമർത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ടോ, ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ്റെ മുകളിലായിട്ട് ഇത് കാണുന്നതായിരുന്നു സാധനം ക്ലിക്ക് ചെയ്യണം. ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സ്റ്റിക്കറാണ് ചെയ്യാം. നമ്മുടെ ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു യൂട്യൂബറാണ്. ഭയങ്കര ഇതൊക്കെ ഉണ്ടാവും. ആളുടെ ഫാൻസ് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആളുടെ ഇത് കണ്ട ഇതാണ് സീനായിട്ട് ഉള്ളത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ഇതിൽ മോഡ് ട്രാക്ടർ സ്റ്റണ്ടിങ് മോഡ് മുകളിലുണ്ടെങ്കിൽ ഇത് അമർത്തുക. എന്നിട്ട് ഇത് കൊടുക്കുക. ഇത് കൊടുത്ത് കഴിയുമ്പോൾ പൊന്ന് ഗായ്സ് നോക്കോട്ടെ, കണ്ടാ അവിടെ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ വണ്ടി കൊടുക്കുക. ഇതാണ് സീൻ. ഓക്കെ, നമുക്ക് നേരെ പോവാം. എന്നാലും ആ ഫോട്ടോ ഇപ്പോഴും ഇങ്ങനെ മര്യാദ നിൽക്കണ അപ്ഡേറ്റ് ഇവിടെ നിന്ന് നന്നായിട്ടോ. നല്ലൊരു ഫോട്ടോ വരുന്നു. അയ്യോ, പെട്ടെന്ന് ചാടിപ്പോ വണ്ടി. നമുക്ക് ഇതിൽ വേണമെങ്കിൽ മറ്റേ വണ്ടി ഇറക്കാട്ടാ. ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ വണ്ടി ഇറക്കാൻ പോകും കേട്ടോ. മുകളിലുണ്ടോ ഇവിടെ ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നടുക്കായിട്ട് അത് അമർത്തുക. ഉണ്ടോ വേറെ വണ്ടി വരും. അത് നമ്മൾ ആ ഒരു മോഡിഫൈ അടിയിലായിട്ടൊരു ഇതുണ്ടാവും, ചങ്ങലയൊക്കെ ഇട്ടൊരു ചങ്ങല പോലെ സംഭവം ഉണ്ട്. അത് അമർത്തുക. അതിൻ്റെ അപ്പുറത്തെ സാധനം അമർത്തുക. എന്നിട്ട് തന്നെ അതിലോട്ട് ചേഞ്ച് ആവുക. ഇത് സെയിം വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതും സീനാക്കാൻ പറ്റും വേണമെങ്കിൽ. നമുക്കിതിൽ പോവാം. എന്നിട്ട് HTM എന്ന സംഭവം ഉണ്ട്. അത് അമർത്തുക. എന്നിട്ട് കണ്ടത് ഈ സംഭവം വരുമ്പോൾ സെയിം വണ്ടി കേട്ടോ. ഇതാണ് കുറച്ചും കൂടി പഞ്ചിലായിട്ട് പോകാനായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കട്ടോ. നമുക്കൊന്ന് റേസ് വെച്ചാലേ, റേസ് അല്ല, ആരാണ് സ്റ്റണ്ട് കളി നോക്കിയാൽ. അയ്യോ, ഇതെന്താണ് ഇത്? വെറുതെ അല്ല സ്റ്റാൻഡാവത്ത്. സ്റ്റാൻഡിങ് പതുക്കെ എടുക്കാട്ടാ. ഇത് മൂഡ് സ്റ്റാൻഡാവും പെട്ടെന്ന്. ഇത്
സത്യം പറഞ്ഞാട്ടല്ലോ ഈ രണ്ട് ട്രാക്ടറും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലം ഫിനിഷിങ് ആയിട്ടുള്ള ട്രാക്ടർ വന്നേക്കണം. നമുക്കിവിടെ നിർത്താം. ഓക്കെ ഓക്കെ നേരെ വന്നേക്കണേ. ഇതിൻ്റെ നമ്മൾ സാധനം വയ്ക്കാൻ പറഞ്ഞത് കുഴപ്പമില്ല. ഇതിനകത്ത് എന്താ വെച്ചാലും ഇതിപ്പോൾ കാണാൻ അടിപൊളിയാണ്. ഉണ്ടോ ലൈറ്റൊക്കെ കാണാൻ എന്തൊരു അടിപൊളിയാണെന്ന് അറിയാമോ? ആണെങ്കിൽ അത് വെക്കട്ടാണെങ്കിൽ എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത് അവിടെ ഇട്ട് നമ്മളതിൻ്റെ ഇത് മാറ്റി വിൻഷീൽഡ് ഇവിടെ ഉണ്ട് അതിൻ്റെ അത് വയ്ക്കാം. ഇത് കിട്ടിയില്ലുണ്ട്. ഇതാണ് കിട്ടില്ല. തുടങ്ങാൻ പോണ്ട. റെഡി 1 2 3 പിന്നെ ഇവിടെ ഉണ്ടോ റേസ് ഓപ്ഷൻ 3 2 1 ഗോ. പോയി. പിന്നെ നമ്മൾ പിന്നെ ആരാണിത്? ആർക്ക് വേണ്ടിടാ? പൊളിഞ്ഞ്. ഓക്കെ ഇത് തന്നെ സീനാട്ടാ. ആ വണ്ടി സീനാണ്. വണ്ടി ഓഫ് വണ്ടി ഓഫ് ചെയ്ത് പണി കുഴപ്പമില്ല. ഓക്കെ ഇത് സീനാണ്. വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്യാട്ടാ. അവിടെ പോയ ഞാനതിരുന്നതിന് മുന്നേ വണ്ടി ഇതാനങ്ങോ നിക്ക് പറഞ്ഞേക്ക് നിക്ക്. ഇത് ടയറൊക്കെ എന്തോ ടയറാ? വണ്ടി ടയർ ചെറുതല്ലേ ബാക്ക് മുന്നിലത്തെ? ഇത് കുറച്ച് വലിയ ടയർ അതുകൊണ്ടാ. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ കേട്ടോ. ഇത് മാരക ലുക്കാണ്. സത്യം പറയാം മാരക ലുക്കാണ്. ഇതിൽ സൈലൻസിൽ കുറച്ച് മാറ്റം വരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇൻറ്റീരിയറിലുള്ള ഒരു സ്റ്റിയറിങ്ങിന് കുറച്ച് ഇത് വരികയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇനി അടുത്തതായിട്ട് ബെസ്റ്റ് ഗെയിം ഇൻഡോനേഷ്യ എന്നൊരു ഗെയിം എന്തായാലും നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഇതേ ട്രാക്ടർ റൈഡ് ചെയ്യാനാണ് നോക്കുന്നു. പക്ഷെ നോക്കിയിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയാം. പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ട് ഉണ്ട്. അതിൽ നമ്മൾ തമിഴായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. ഇതിൻ്റെ തന്നെ മലയാളം റിവ്യൂ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തമിഴ് റിവ്യൂ ആയിട്ട് തന്നെ ഇതാക്കിയിട്ടുണ്ട്. നോക്കണം കേട്ടോ. അതിൻ്റെ പേര് ഭഗവത് കിട്ടു ഗെയിമിങ് തമിഴ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണത്. അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ലിങ്കല്ല ഞാൻ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടിയും വണ്ടി എടുത്തിട്ടുണ്ടോട്ടെ. ഓക്കെ പൊന്തല്ലേ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അവിടെ മുകളിൽ പഴയ സോങ്ങിൻ്റെ ആയിട്ട് സിദ്ധു സേവാല എന്നൊരു നല്ലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അത് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റേ ഓണാണ് കൊടുത്തേക്കണത്. അതാണ് കുറച്ച് ബോറ് പരിപാടി. എപ്പോഴും ഇവിടെ ലൈറ്റ് ഇടുകയാണെങ്കിൽ കണ്ടോ, ലൈറ്റ് ഇടാൻ ലൈറ്റ് മിന്നും കണ്ടോ, 2 സൈഡിൽ 3 സൈഡിൽ ലൈറ്റ് മിന്നും. അതിൻ്റെ അകത്ത് ലൈറ്റ് ഇടുകയാണെങ്കിൽ കാണിച്ചില്ല. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇടുകയാണെങ്കിൽ
പിന്നെ തൻ്റെ താഴെ ആ ലൈറ്റ് മിന്നണില്ല. അതെന്താണ് ആ കുഴപ്പം? ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ 2 ഇൻഡിക്കേറ്ററും ഇടും ലെഫ്റ്റ് അങ്ങോട്ട്. അപ്പോൾ കിടിലൻ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് റെഡ് എന്തായാലും കുഴപ്പമില്ലാത്തൊരു വണ്ടി. പഴയ നല്ല ലുക്കൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ആ വണ്ടിക്ക് ഇത്ര ചാട്ടമില്ല. ഈ വണ്ടിക്ക് ഉണ്ടോ ചാട്ടമുണ്ട്. മറ്റേ സ്റ്റണ്ട് കാണിച്ചില്ല ഇപ്പോൾ. ഞാൻ കാണിക്കാൻ പോട്ടാ. മറ്റേ ബാക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കിലോട്ട് തന്നെ പോവാം. നിങ്ങൊരു വീഡിയോ കണ്ടിട്ടില്ല മറ്റേ കറക്കിയൊക്കെ എടുക്കണത്? ഞാൻ ചെയ്യട്ടെ ഇപ്പോൾ. കറക്കാൻ പോട്ടാ. കണ്ടോ? കറക്കാൻ പോട്ടോ. കറക്കി പിന്നെ ആ വണ്ടി ഇറക്കാം. നല്ലത്. അത് മാത്രമല്ല കേട്ടോ, ഈ 2 വണ്ടി നല്ലൊരു നല്ല, ഞാൻ പറഞ്ഞ യൂട്യൂബിൻ്റെ 2 വണ്ടി സെയിം വണ്ടി, 2 വണ്ടിയും ആളുടെ തന്നെയാണ്. പക്ഷെ അതാണ് കുറച്ചും കൂടി നല്ലത് തോന്നണത്. അതാണ് കുറച്ചും കൂടി ആദ്യമായിട്ട് എടുത്ത വണ്ടി അത് തന്നെയാണ് സ്റ്റണ്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിൽ തന്നെ ലാസ്റ്റ് വണ്ടി എടുത്തതും ലാസ്റ്റ് ആക്സിഡൻ്റ് ആയാലും അതിൽ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇതായിട്ടില്ല. മറ്റേ ഇതൊക്കെ സ്റ്റണ്ട് ചെയ്യാൻ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതാണ് അതിൻ്റെ അകത്താണ് ആദ്യമായിട്ട് മുന്നിൽ സാധനം തലയിൽ വീണ് മറ്റേ മേത്ത് വീണ് ആൾ മരിക്കണതൊക്കെ അത് തന്നെയാണ്. ഇതും ഇപ്പോൾ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു കൂടെ. ഇതുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇതിൽ മറ്റേ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അടിയിൽ മറ്റേ സ്ക്രൂ സംഭവം ഉണ്ട്. ആ സ്ക്രൂ സ്റ്റണ്ട് ചെയ്ത് അത് ഇളകിയാണ്. അതാണ് കുഴപ്പം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് വീഴാൻ കാരണം. പിന്നെ ഓവറായിട്ട് സ്റ്റണ്ട് ചെയ്താണ് ഓവറായിട്ട് സ്റ്റണ്ട് ചെയ്തപ്പോൾ അവിടെ കുഴിയിലാണ് ടയർ കറക്കിയിട്ടുണ്ടല്ലോ, ഈ കുഴിയിലോട്ടാണ് അത് പോയത്. ആ കുഴിയാണ് കാറുണ്ടായത്. കുഴിയിലോട്ട് വീണത്. ഈ സ്പീക്കർ കുഴി തട്ടി. അപ്പോൾ ആ ഒരു ബാലൻസിലാണത് ഒടിഞ്ഞേക്കണം. അല്ലാണ്ട് ഒടിഞ്ഞതല്ല. ഇവിടെ നിന്ന് വളഞ്ഞേക്കാണ്. അവന് വളഞ്ഞു പോയതാണ്. അതൊന്നുമല്ല. അതിൻ്റെ അകത്താണെങ്കിൽ വളവ് അതാണെങ്കിൽ പുതിയതായതുകൊണ്ട് അത് വളഞ്ഞില്ല. ലാഗിങ് കൊണ്ട് ഇത് നല്ലൊരു വണ്ടിയാണെന്ന് തന്നെ അറിയാം. ഇപ്പോൾ ഇതിനാണ് ഫാൻസ് കൂടുതൽ, അതിനാ ഫാൻസ് ഇല്ല. സത്യം പറഞ്ഞ ഇതാണ് കിടിലൻ വണ്ടി. ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, ഫോട്ടോ വച്ചപ്പോൾ സാധനം കിഡുപോയി, സീനായി. ഇനിയിപ്പോൾ നമുക്കൊരു വഴിയുണ്ട്. നേരെ ഈ സംഭവത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഉണ്ടോ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വണ്ടി എത്ര ഐറ്റി പൊങ്ങും നോക്കാം. അങ്ങനെയാണെന്നറിയോ? എടുക്കാം. ഓ സീൻ പൊന്നെ കിഡിലോട്ടുണ്ട്. ഐറ്റി പൊങ്ങൂലോട്ട് വണ്ടി. എന്താ ഐറ്റി പൊങ്ങാത്ത?